ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത, എന്നാൽ അനുഭവിച്ചവർക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒട്ടനവധി നിഗൂഢതകൾ ആ കറുത്ത വിദ്യയ്ക്ക് പിന്നിലുണ്ട്. കേവലം മനുഷ്യനായി വന്ന് മൃഗത്തിന്റെയോ വസ്തുക്കളുടെയോ രൂപത്തിലേക്ക് മാറിയെന്ന് പറയപ്പെടുന്ന ആ അദൃശ്യ ശക്തികൾ ജന്മിമാരുടെ ഉറക്കം കെടുത്തിയ രാത്രികൾ ഏറെയായിരുന്നു. ആ കരിനിഴലുകൾ ശത്രുവിന്റെ ജീവനെടുക്കാൻ എപ്പോൾ എവിടെ നിന്ന് വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാടൻ കാറ്റിന് കരിമ്പനകളുടെ മർമ്മരത്തിനൊപ്പം എന്തോ ഒരു ഭീകരതയുണ്ടായിരുന്നു. വള്ളുവനാട്ടിലെ ആ വലിയ തറവാട്ടിലെ പ്രമാണി രാമൻ നായർ തന്റെ മുറിക്കുള്ളിൽ അസ്വസ്ഥനായി നടക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങളായി അയാൾക്ക് നേരെ വധഭീഷണിയുണ്ട്. ചുറ്റും കാവൽക്കാരുണ്ടെങ്കിലും അയാളുടെ ഉള്ളിലെ ഭയം ഒട്ടും കുറഞ്ഞില്ല. കാരണം അയാളെ തേടി വരുന്നത് വെറുമൊരു മനുഷ്യനല്ല. മാന്ത്രികതയുടെയും യാഥാർത്ഥ്യത്തിന്റെയും അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന, കേട്ടറിഞ്ഞതിനേക്കാൾ ഭീതി ഉണർത്തുന്ന ആ രഹസ്യം ഒടിയൻ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. പെട്ടെന്നാണ് മുറ്റത്തുണ്ടായിരുന്ന കാവൽ നായ്ക്കളുടെ കുര ഒരു ദീനരോദനം പോലെ മാറിയത്. പിന്നീട് നിശബ്ദമായി. രാമൻ നായർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നിലാവിനെ കാർമേഘങ്ങൾ മൂടിയത് കാരണം പുറത്തൊന്നും വ്യക്തമല്ല. പക്ഷെ തെങ്ങിൻ തോപ്പിൽ ഒന്നിനും കൊള്ളാത്ത ഒരു കരിങ്കൽ കഷ്ണം കിടക്കുന്നത് അയാൾ കണ്ടു. തൊട്ടു മുൻപ് അവിടെ അങ്ങനെ ഒരു കല്ലുണ്ടായിരുന്നില്ല. അയാളുടെ നെഞ്ച് പടപടായി ഇടിക്കാൻ തുടങ്ങി. അതേസമയം ആ ഇരുട്ടിൽ തറവാട്ടുവേലിക്ക് പുറത്ത് ഒരു രൂപമണങ്ങി. അത് ഒടിയൻ മാണിക്കനായിരുന്നു. കറുത്ത കമ്പിളി പുതച്ചതുപോലെ ഇരുണ്ട ശരീരം. അയാളുടെ കൈകളിൽ മാരകമായ ഒരു മരുന്നുണ്ടായിരുന്നു. പൊടിമരുന്ന്. ഗർഭിണിയായ സ്ത്രീകളുടെ ഭ്രൂണത്തിൽ നിന്നും അത്യന്തം ക്രൂരമായ വിദ്യകളിലൂടെ വേർതിരിച്ചെടുത്തതാണ് ആ മഷിയെന്നാണ് പാരമ്പര്യം. മാണിക്കൻ ആ ഒടിമരുന്ന് തന്റെ ചെവിയുടെ പുറകിൽ തേച്ചു. അടുത്ത നിമിഷം അയാളുടെ ശരീരത്തിലെ എല്ലുകൾ ഒടിയുന്ന ശബ്ദം കേട്ടു. ഒരു മനുഷ്യൻ ഇല്ലാതാവുകയാണ്. പതുക്കെ പതുക്കെ ആ ഇരുട്ടിൽ മാണിക്കനൊരു കൂറ്റൻ കരിങ്കാലിയായി, അതായത് പോത്തായി രൂപാന്തരപ്പെട്ടു. കണ്ണുകൾ ചോര കണക്കെ ചുവന്നു തുടങ്ങി. പെട്ടെന്ന് കാവൽക്കാർക്ക് മുന്നിലൂടെ ഒരു കാട്ടുപോത്ത് പാഞ്ഞുപോയി. ഭയന്നുപോയ അവർ പുറകെ ഓടി. ഇതേ സമയം തറവാടിന്റെ പിൻഭാഗത്ത് മറ്റൊരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അതൊരു പൂച്ചയുടെ രൂപത്തിലായിരുന്നു. രാമൻ നായർ തന്റെ വാളും കൈയിലേന്തി മുറിക്കുള്ളിൽ ശ്വാസം അടക്കി നിന്നു. ജനാലയ്ക്കൽ ഒരു ചെറിയ അനക്കം. ഒരു വലിയ കരിമ്പൂച്ച ജനൽ കമ്പികൾക്കിടയിലൂടെ അകത്തേക്ക് ചാടി. നായർ വാളോങ്ങി പൂച്ചയെ വെട്ടാനാഞ്ഞു. പക്ഷെ വെട്ടേൽക്കും മുൻപ് ആ പൂച്ച അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായി. നായർ പകച്ചുപോയി. പെട്ടെന്ന് അയാളുടെ പുറകിൽ ഒരു തണുത്ത ശ്വാസമുയർന്നു. തിരിഞ്ഞു നോക്കിയ നായർ കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. കറുത്ത വസ്ത്രമണിഞ്ഞ് കണ്ണുകളിൽ ക്രൂരത തിളങ്ങുന്ന ഒടിയൻ മാണിക്കൻ അയാൾക്ക് മുന്നിൽ നിൽക്കുന്നു. നായർ നിലവിളിക്കാൻ ആഞ്ഞെങ്കിലും ഒടിയന്റെ വിരലുകൾ അയാളുടെ കഴുത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. ഒടിയന്മാർ ആയുധം ഉപയോഗിക്കാറില്ല. അവരുടെ വിദ്യ ഒടിവെക്കലാണ്. അതായത് ശരീരത്തിലെ മർമ്മങ്ങളിൽ അമർത്തി എല്ലുകൾ ഒടിക്കുന്ന വിദ്യ. ഒരൊറ്റ നിമിഷം കൊണ്ട് രാമൻ നായരുടെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞു. അയാൾ തറയിലേക്ക് വീണു. ശ്വാസം നിലയ്ക്കുന്നതിന് തൊട്ടു മുൻപ് നായർ ചോദിച്ചു, ആരാണ് നിനക്കിതിന് കാശ് തന്നത്? മാണിക്കൻ ഒന്നും മിണ്ടിയില്ല. അയാൾ ഒരു നിഗൂഢമായ ചിരിയോടെ തറവാടിന്റെ ഇരുളിലേക്ക് നടന്നു നീങ്ങി. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ കണ്ടത് തറവാട്ടുമുറ്റത്ത് കഴുത്തൊടിഞ്ഞു കിടക്കുന്ന രാമൻ നായരെയാണ്. കാവൽക്കാർ പറഞ്ഞു, രാത്രി ഇവിടെ ഒരു പോത്തും പൂച്ചയും വന്നിരുന്നു. നാട്ടുകാർ ഭയത്തോടെ പരസ്പരം നോക്കി മന്ത്രിച്ചു. ഒടിയൻ വന്നിരുന്നു. ഇതൊരു കഥയായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഒടിയന്മാർ? കഥകളിൽ ഒടിയന്മാർക്ക് മാന്ത്രിക ശക്തിയുണ്ടെന്ന് പറയുമെങ്കിലും ചരിത്രപരമായ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പകൽ സാധാരണ തൊഴിലാളികളായി ജീവിക്കുകയും രാത്രിയിൽ ഒടിയനായി മാറുകയും ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ രീതി. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന പാണൻ, പറയൻ സമുദായങ്ങളിലെ ചിലരാണ് ഒടിയന്മാരായി മാറിയിരുന്നത്. ജന്മിഭൂ ഉടമകൾ തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇവരെ പണം നൽകി കൊട്ടേഷൻ ഏൽപ്പിക്കുകയുമായിരുന്നു. ഒടിയന്മാർക്ക് യഥാർത്ഥത്തിൽ മൃഗമാകാൻ കഴിയില്ലായിരുന്നു എന്നതാണ് ശാസ്ത്രീയമായ സത്യം. പകരം അവർ മൃഗങ്ങളുടെ തോൽ ധരിക്കുകയും ഇരുട്ടിൽ തിരിച്ചറിയാതിരിക്കാൻ ശരീരത്തിൽ കരിയോ തേച്ച് നടക്കുകയോ ചെയ്യുമായിരുന്നു. രാത്രികാലങ്ങളിൽ വിജനമായ വഴികളിൽ വെച്ച് കാട്ടുമൃഗങ്ങളുടെ ശബ്ദമുണ്ടാക്കി ഇരയെ ഭയപ്പെടുത്തി ഹൃദയാഘാതം വരുത്തുകയോ മർമ്മങ്ങളിൽ അടിച്ചു വീഴ്ത്തുകയോ ചെയ്യുന്നതായിരുന്നു ഇവരുടെ ശൈലി. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് കടുത്ത നിയമങ്ങളും
രാത്രികാല പെട്രോളിങ്ങും വന്നതോടെയാണ് ഈ ഒടിവിദ്യ കേരളത്തിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതായത്. എങ്കിലും ചില കഥകൾ ഇപ്പോഴും നമ്മുടെ വായ്മൊഴികളിൽ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ഭാഗങ്ങളിൽ പഴയ കാരണവന്മാർ ഇന്നും വിറയലോടെ ഓർക്കുന്ന ചില വായ്മൊഴി അനുഭവങ്ങളുണ്ട്. അതിലൊന്നാണ് വഴിതെറ്റിക്കുന്ന കാളക്കൂറ്റന്റെ കഥ. പണ്ട് രാത്രികാലങ്ങളിൽ ദൂരദേശങ്ങളിൽ പോയി വള്ളുവനാടൻ പാടവരമ്പുകളിലൂടെ നടന്നു വരുന്ന ആളുകൾ പെട്ടെന്ന് വഴിയിൽ ഒരു കൂറ്റൻ കാളയെയോ പോത്തിനെയോ കാണും. എത്ര ആട്ടിയാലും അത് വഴി മാറില്ല. ഭയന്ന് ആളുകൾ വഴിമാറി നടക്കുമ്പോൾ അത് പിന്നാലെ വരും. നേരം വെളുക്കുമ്പോൾ മാത്രമാണ് തങ്ങൾ രാത്രി മുഴുവൻ ഒരേ പാടത്തു തന്നെ വട്ടം ചുറ്റുകയായിരുന്നുവെന്ന് ഇരകൾക്ക് മനസ്സിലാവുക. മനഃശാസ്ത്രപരമായി ഭയപ്പെടുത്തി വഴിതെറ്റിക്കുന്ന ഒടിയന്റെ തന്ത്രമായിരുന്നു ഇത്. മറ്റൊരു കഥ കരിമ്പന ചുവട്ടിലെ രൂപത്തെക്കുറിച്ചാണ്. ഒടിയന്മാർ ഒടിമഷി തേച്ച് നിന്നാൽ കരിമ്പനയുടെ തടിയാണെന്നേ തോന്നും. പുകയില മുറുക്കാൻ ഒടിയന്റെ മേലാണിരുന്നത്. അതൊരു മരത്തടിയാണെന്ന് കരുതി ഉരസിയത്രേ. പെട്ടെന്ന് മരത്തടിക്ക് ജീവൻ വയ്ക്കുകയും അയാൾക്ക് കടുത്ത അടിയേൽക്കുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആൾ പിറ്റേന്ന് കടുത്ത പനി പിടിച്ച് കിടപ്പിലായ കഥ ഇന്നും മലബാറിൽ പ്രശസ്തമാണ്. ഒടിമഷി മോഷണത്തെക്കുറിച്ചും കഥകളുണ്ട്. ഒടിയന്മാർക്ക് രൂപം മാറാനുള്ള കറുത്ത മഷി സൂക്ഷിക്കുന്നത് ചിരട്ടയിലോ കൊമ്പിലോ ഒക്കെയാണ്. ഒരിക്കലൊരു സാഹസികനായ തറവാട്ടു പ്രമാണി ഒരു ഒടിയനെ ഒളിച്ചിരുന്ന് പിടികൂടുകയും അയാളുടെ ഒടിമഷി തട്ടിയെടുക്കുകയും ചെയ്തു. മഷി നഷ്ടപ്പെട്ട ഒടിയൻ തന്റെ വിദ്യകളെല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് സാധാരണ മനുഷ്യനായി ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒടിയന്റെ പരമ്പരകൾ ഇപ്പോഴും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഒടിവിദ്യ ഇന്നില്ല. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഒടിയന്മാരായി ജീവിച്ചിരുന്ന മനുഷ്യർക്ക് കുടുംബങ്ങളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ ഇന്നും പാലക്കാടൻ ഗ്രാമങ്ങളിലും മലബാർ മേഖലകളിലും സാധാരണക്കാരായി ജീവിക്കുന്നുണ്ട്. പഴയ ഒടിയന്മാരുടെ കൊച്ചുമക്കളായ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒടിവിദ്യ അറിയില്ല. അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. വിദ്യാഭ്യാസം നേടുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തതോടെ ആ കറുത്ത ചരിത്രം അവർ പൂർണ്ണമായും ഉപേക്ഷിച്ചു. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ വിദ്യകൾ അവസാനത്തെ ഒടിയന്റെ മരണത്തോടെ പൂർണ്ണമായും ഇല്ലാതായി. എങ്കിലും ഈ കറുത്ത നിഗൂഢ ചരിത്രം ഇന്നും നമ്മുടെ പോപ്പ് കൾച്ചറിനെയും സിനിമകളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. 2018 മോഹൻലാൽ നായകനായി എത്തിയ ഒടിയൻ എന്ന സിനിമ ഒടിയന്മാർക്ക് യഥാർത്ഥത്തിൽ മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നുവെന്നും അവർക്ക് രൂപം മാറാൻ കഴിയുമെന്നും അടിവരയിട്ട് പറയുന്ന ഒരു ഫാന്റസി രീതിയിലാണ് കഥ അവതരിപ്പിച്ചത്. ശരിക്കും അങ്ങനെയുള്ള ഒടിയന്മാർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന രീതിയിലാണ് ആ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. എന്നാൽ ഇനി വരാൻ പോകുന്ന പൃഥ്വിരാജും മഞ്ജു വാര്യരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പുതിയ ഒടിയൻ ചിത്രം ഈ മിത്തുകളെ എങ്ങനെയായിരിക്കും സമീപിക്കുക? അത് ആ പഴയ ചിത്രത്തിലെ പോലെ ഒടിയന്റെ മാന്ത്രിക ശക്തികളെ പിന്തുണയ്ക്കുമോ? അതോ ഒടിയൻ എന്ന മിത്തിനെ പൂർണ്ണമായും പൊളിച്ചെഴുതി അതിന്റെ ചരിത്രപരമായ ക്രൂരതയും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു റിയലിസ്റ്റിക് ചിത്രമായിരിക്കുമോ? അത് നമുക്ക് കണ്ടു തന്നെ അറിയാം.